എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൂടുതലായിട്ട് പഴവർഗ്ഗങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പണി കിട്ടുന്ന അവസ്ഥകളെ കുറിച്ചാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം, സൂപ്പർ ഫുഡ്സ്, കുറെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ പിറകെ പോയി അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇവ ഉപയോഗിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പണി കിട്ടിയ ആൾക്കാർ എങ്ങനെയാണ് ഇത് നമുക്ക് പണി തരുന്നത്, ഇതിന്റെ സൈഡ് ഇഫക്ട്സ്, നമുക്ക് എത്രത്തോളം ഒരു ദിവസം ഇത് ആവശ്യമാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ചെയ്യാൻ തന്നെയുള്ള കാരണം നമ്മളുടെ കുറെ ക്ലയൻസിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നാണ്. കാരണം നമ്മുടെ കുറെ ആൾക്കാർ വളരെ ഹെൽത്തി ആയിട്ട് ഭയങ്കര സൂപ്പർ ഫുഡ് കഴിക്കുന്ന, ട്രെൻഡിന് പുറകെ പോയി ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം കഴിക്കുന്ന കുറെ ക്ലയൻസ്, പക്ഷെ അവർക്ക് ഫാറ്റി ലിവർ വന്നു. അവർ വളരെ കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ട് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും അവർക്ക് ഫാറ്റി ലിവർ വന്ന കേസ് നമ്മൾ നോക്കി പോകുമ്പോൾ, നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ നമ്മൾക്ക് തന്നെ കാണാം ഫ്രൂട്ട്സ് നല്ലതാണ്, എൻസൈംസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് കിട്ടും, ആന്റി ഓക്സിഡൻസ് കിട്ടും, ഫൈബർ കിട്ടും. നമ്മൾ ഈ ഹെൽത്തി എന്ന് പറഞ്ഞാലും അത് ഓവർ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുന്നത്. അതേപോലെ ഈ പറയുന്ന കുറെ ആൾക്കാർ കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ റെസ്ട്രിക്ട് ചെയ്ത് അരിയാഹാരം ഉപേക്ഷിച്ച് പക്ഷെ കൂടുതൽ നല്ലതാണെന്ന് കരുതി കൂടുതൽ സെർവിങ് ഫ്രൂട്ട് ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ്. ഒന്നാമതായിട്ട് നമ്മൾക്ക് ഒരു ദിവസം എത്രത്തോളം ഫ്രൂട്ട് വേണം അത് നമ്മൾ നോക്കുമ്പോൾ ICMRന്റെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് 100 ഗ്രാം ഫ്രൂട്ട് പെർ ഡേ ആണ് മിനിമം പറയുന്നത്. പക്ഷെ മാക്സിമത്തിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ട് ഒരു 2000 കലോറി കഴിക്കുന്ന ഒരാൾക്ക് 100 ഗ്രാം ഫ്രൂട്ടിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി പോട്ടെ, നമ്മളൊരു 150 അല്ലെ 200 ഗ്രാം നമ്മൾ എടുത്തു. ഇതിപ്പോ മറ്റ് ഹെൽത്ത് ഇഷ്യൂ ഇല്ലാത്ത ഒരു ഹെൽത്തി പേഴ്സന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ഓവർഡു ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് ഫ്രൂട്ട്സിൽ നിന്ന് ഫൈബർ കിട്ടും, ആന്റി ഓക്സിഡൻസ് കിട്ടും. പല കളറുള്ള ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ആന്റി ഓക്സിഡൻസ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ആന്റി ഓക്സിഡൻസിന് നമുക്ക് കുറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അതേപോലെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അങ്ങനെ നമ്മൾക്ക് ഗുണമുള്ള ഒന്നാണ് ഫ്രൂട്ട്. പക്ഷെ ഇത് ഓവർ ആവുമ്പോൾ, കൂടുതൽ കഴിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇനി അറ്റ് എ ടൈം നമ്മൾ എപ്പോഴും ഒരു ഫ്രൂട്ട് എടുക്കുകയാണ് നല്ലത്. അത് ഒന്ന് ഡൈജസ്റ്റ് ആയിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഫ്രൂട്ട് എടുത്താൽ മതി. കാര്യം പല ഫ്രൂട്ട്സിനും പല ഡൈജഷൻ ടൈം ആണ് എടുക്കുന്നത്. അതേപോലെ പല pH ആയിരിക്കാം, ചിലത് അസിഡിക് ആയിരിക്കാം. അതുകൊണ്ട് ഡൈജഷൻ പല രീതിയിലാണ്. അപ്പൊ ദയവേത് മിക്സ് ചെയ്ത് നിങ്ങൾ ഫ്രൂട്ട് എടുക്കരുത്. ഇനി മിക്സ് ചെയ്ത് ഫ്രൂട്ട് എടുത്താലോ ബ്ലോട്ടിംഗ് ഇഷ്യൂസ് ഉണ്ടാവും. ഈ കുറേ ഫ്രക്ടോസ് വരുമ്പോൾ ഫ്രക്ടോസിന്റെ മാലബ്സോർപ്ഷൻ ഉണ്ടാകും. അപ്പൊ ബ്ലോട്ട് ചെയ്തിരിക്കും, ഗ്യാസിന്റെ ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ കുറേ ഫൈബർ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ഗട്ടിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. ഈ വീക്ക് ഗട്ടായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ പലപ്പോഴും ജ്യൂസ്, റോ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ജ്യൂസ് കൊടുക്കുമ്പോൾ കൂടുതൽ അത് അപ്സെറ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ആയിട്ടുള്ള അല്ലെ PCOD ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാര് ഈ ഫ്രൂട്ട്സ് കുറെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഹെൽത്തി ആണെന്ന് കരുതി കൂടുതൽ കഴിക്കുന്നതായിരിക്കാം. അങ്ങനെ കഴിക്കുമ്പോൾ ഈ ഗ്ലൈസെമിക് ലോഡ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫ്രൂട്ട്സും എന്തെങ്കിലും നട്ട്സിന്റെ ഒപ്പം ഒരു 5 ബദാം, 5 വാൾനട്ട്, അങ്ങനെയെങ്കിൽ ഒരു 5 പീനട്ട് അങ്ങനെ ഒപ്പം എടുക്കുകയാണെങ്കിൽ അത് ആ ഗ്ലൂക്കോസിന്റെ സ്പൈക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ഗ്ലൂക്കോസ് സ്പൈക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് അല്ല, നട്ട്സ് അല്ലെങ്കിൽ സീഡുകൾ അതൊക്കെ ഒരു 5 ഗ്രാം വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഈ ലോഡ് കൂടാണ്ടിരിക്കാൻ വേണ്ടി, അതായത് ഗ്ലൈസെമിക് ലോഡ് കൂടാതിരിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ബോഡിയിൽ നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സ് കഴിച്ചു, അപ്പൊ ഫ്രക്ടോസ് മാലബ്സോർപ്ഷൻ ഉണ്ടായി, കൂടുതൽ ഷുഗർ നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂടി കഴിയുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് ഷുഗർ ലെവൽ കുറയ്ക്കുന്നതിനായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻസുലിൻ നമ്മുടെ ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നതും ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഒരു സിമ്പിൾ ഷുഗർ ഫോം ആണല്ലോ. അതിനെ നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് പല ആൾക്കാരും വെയിറ്റ് ലോസിന് വേണ്ടി വളരെ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്തും അവർക്ക് വെയിറ്റ് ലോസിന് പകരം വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതിന്റെ ഒരു പ്രധാന കാരണം. അതേപോലെ ഈ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ കണ്ടീഷൻ സ്ത്രീകളിലൊക്കെ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. അതിന്റെ ഒരു റീസൺ ഈ ഷുഗർ നമ്മൾ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് വരുന്നത് കൊണ്ടുമാണ്. ഇനി അതേപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, കൂടുതൽ ഫ്രക്ടോസ് വന്നു കഴിയുമ്പോൾ ഈ ലെപ്റ്റിന്റെ പ്രൊഡക്ഷൻ കുറയും. ലെപ്റ്റിൻ നമ്മുടെ വയറ് നിറഞ്ഞു, നമുക്കൊരു സറ്റൈറ്റി ഫീൽ തരുന്ന, അങ്ങനെ നമ്മൾക്ക് ഒരു നമ്മളെ അധികം ഫുഡ് കഴിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ്. ആ ലെപ്റ്റിന്റെ പ്രൊഡക്ഷൻ, ആ ലെപ്റ്റിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അത് നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നതിനും ടൈപ്പ് 2 ഡയബറ്റീസിനും കാരണമാവുന്നുണ്ട്. ഇനി അങ്ങനെ നോക്കുവാണെങ്കിൽ
നമ്മൾ ഓവറായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് വരുന്ന കാര്യങ്ങളൊന്ന് നോക്കുവാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ PCOD അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകും, യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഒരിക്കലും നമ്മൾ ഒരു സൂപ്പർ ഫുഡ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ നമ്മൾ കഴിക്കാൻ നിൽക്കരുത്. എല്ലാം ഹെൽത്തി ആണെന്ന് പറഞ്ഞാലും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. നമ്മൾ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ അതിൽ സീഡ് നല്ലതാണെന്ന് കാണുന്നു, അല്ലെങ്കിൽ നട്ട്സ് നല്ലതാണെന്ന് കാണുന്നു, ഉടനെ അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കരുത്. എപ്പോഴും നമ്മൾ ഓൾ ടുഗദർ ബാലൻസ്ഡ് മീൽ എങ്ങനെ കഴിക്കാമെന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ഒരു സാധനം ഹെൽത്തി ആണെന്ന് പറഞ്ഞ് അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ നിങ്ങളൊരു 100 ഗ്രാം ഫ്രൂട്ട് സെർവിങ് പെർ ഡേ അല്ലെങ്കിൽ ഒരു 150 ഗ്രാം അത്രയുമാക്കി റെസ്ട്രിക്ട് ചെയ്യുക. എന്നിട്ട് ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാതിരിക്കുക. ഷുഗർ ഉള്ളവരാണെങ്കിൽ, PCOD ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അത് നോക്കി റെസ്ട്രിക്ട് ചെയ്തിട്ട് കഴിക്കുക. ബ്ലോട്ടിംഗ് ഇഷ്യൂസ് ഉള്ളവർക്ക്, ഫ്രക്ടോസ് മാൽ അബ്സോർപ്ഷൻ ഉള്ളവരൊക്കെ ഒരു സെർവിങ് പെർ ഫ്രൂട്ട് എടുക്കാൻ നോക്കുക. താങ്ക് യു.